മലയാളം കത്തോർത്തിക്കണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഈ സംഘടന രൂപീകരിക്കുമ്പോൾ കരിമത്തോട് സംരക്ഷണ സമിതി ഈ പ്രദേശത്തെ മൊത്തം വെല്ലുവിളിച്ച് സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഓവുചാലിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുകിയെത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ലാബുകൾ നീക്കിയുള്ള നഗരസഭയുടെ പരിശോധന തുടരുന്നു. കഴിഞ്ഞ ദിവസം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുക കുഴിയെടുക്കുമ്പോഴാണ് കക്കൂസ് മാലിന്യം ഒഴുകിയെത്തുന്നതായി കണ്ടെത്തിയത്. ഇത് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ എവിടെ നിന്നുള്ള മാലിന്യമാണ് എത്തുന്നത് എന്നത് സംബന്ധിച്ച പരിശോധന തുടരുകയായിരുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലെ ടാങ്കുകൾ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടും ഓവുചാലിലേക്ക് മാലിന്യം എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന MRAയുടെ ടാങ്ക് പൊന്തിച്ചു നോക്കിയാണ് ഇന്ന് പരിശോധന. നഗരസഭയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ചെയർമാൻ അടക്കമുള്ള ആളുകളും ഇവിടെ സ്ഥലത്തുണ്ട്. സ്ലാബുകൾ നീക്കി പരിശോധിച്ചതിൽ നിന്നും MRAയിലെ ടോയ്ലറ്റ് വേസ്റ്റ് ഓവുചാലിലേക്ക് ഒഴുക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി ഈ ഒരു പുതിയ സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് ആണിത്. ഈ ഒരു ബിൽഡിംഗ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ചെറിയ ഒരു ടാങ്ക് ഇവിടെ ഉണ്ടെങ്കിലും സേഫ്റ്റി സംവിധാനമില്ല. അതായത് ഇപ്പോൾ ടാങ്ക് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ അത് ഓവുചാലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശുചിമുറി മാലിന്യം ഒഴുക്കാനുള്ള ഒരു ടാങ്ക് ഇവിടെയുണ്ട്. എന്നാൽ ഈ ഒരു ടാങ്ക് ഇവിടെ മതിയാവില്ല. അതിന് പകരം ഇത് ഓരോ മാസവും ഇവിടെ നിന്ന് ഓവർഫ്ലോ ആകുന്ന സമയത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടതെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത്. എന്നാൽ അതല്ല വേണ്ടത്. അതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കി തരുകയാണ് നഗരസഭ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു റെസ്റ്റോറന്റ് അധികൃതർ പറയുന്നത്. എന്ത് തന്നെ ആയാലും ഓവുചാലിലേക്ക് മാലിന്യം പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിരാവിലെ മുതൽ ഇവിടെ പരിശോധന തുടരുകയാണ്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നഗരസഭാ കൗൺസിൽ യോഗത്തിലും മറ്റും വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കിയെത്തുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എടോടി മുതലുള്ള മാലിന്യം ഓവുചാൽ വഴി ഇങ്ങനെ ഒഴുകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ സ്ലാബും പൊന്തിച്ച് പരിശോധിച്ച് നോക്കാനുള്ള ഒരു സംവിധാനവുമില്ല. അത്തരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വടകരയിലെ ഒരുവിധം സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രവർത്തനം നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് മനസ്സിലാവുന്നത്. അത്തരത്തിലാണ് വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് കാണുന്നത്. പരിശോധന തുടരുന്നതനുസരിച്ച് നടപടികൾ ഉണ്ടാകുമെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. ഇന്ന് നഗരസഭ നടത്തിയിട്ടുള്ള പരിശോധനയിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ MRA എന്നുള്ള സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പെയാണ് ഹൈവേ അതോറിറ്റിയുടെ പണി നടന്നുകൊണ്ടിരിക്കെ വാഗാട് ജോലി നടക്കുന്ന സമയത്ത് കുഴിയെടുത്തപ്പോഴാണ് നഗരസഭയുടെ ഓവിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകുന്നതായി കാണപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നടപടി സ്വീകരിച്ചിട്ടുള്ളത് നഗരസഭ ലീഫിന് കൊടുത്തിട്ടുള്ള നഗരസഭാ കൺഫർട്ടാണ്. ആ കൺഫർട്ട് പരിശോധന നടത്തി ഇതുപോലെ JCB ഉപയോഗിച്ച് പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായി ആ കക്കൂസ് ടാങ്കിൻ്റെ മൂന്നാമത്തെ അറയിൽ നിന്നും ഓവർഫ്ലോ ആയി നഗരസഭയുടെ ഓവിലേക്ക് വെള്ളം തള്ളുന്നതായിട്ട് കാണപ്പെട്ടു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആ കക്കൂസ് നടത്തിപ്പുകാരനെ നോട്ടീസ് നൽകുകയും അതിൻ്റെ പിഴ ചുമത്തുകയും അവിടെ നിലവിൽ കെട്ടിക്കിടക്കുന്ന ഏകദേശം 6500ഓളം ലിറ്റർ വരുന്ന കക്കൂസ് മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ കക്കൂസ് ടാങ്കിന് പുറത്തായി സ്ഥാപിച്ചിട്ടുള്ള 4 അനധികൃത കക്കൂസുകൾ പൊളിച്ചു മാറ്റുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ അവിടെ പൂർണ്ണമായി അടച്ചതിന് ശേഷവും ഈ ഓവിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ കൂടുതൽ ഒഴുകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായി വടകര നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നഗരസഭയും കൂടി ചേർന്നുകൊണ്ട് ഈ ഉറവിടം പൂർണ്ണമായി കണ്ടെത്തുക എന്നുള്ളതാണ് നഗരസഭ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആവശ്യം. അതിന്റെ ഭാഗമായി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ മുഴുവൻ ഓവുകളിലും ഈ പരിശോധന നടത്തിക്കൊണ്ട് ഒരു തുള്ളി കക്കൂസ് മാലിന്യവും ഓവിലേക്ക് തള്ളാത്ത രീതിയിലേക്കുള്ള ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളുടെ മുന്നിലും ഓവുകളിലൂടെ ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അനധികൃതമായി ഏതെങ്കിലും സ്ഥാപന ഉടമ ഈ ഓവിലേക്ക് പൈപ്പുകൾ തള്ളിയിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാത്രമല്ല ഇപ്പം MRAയുടെ തൊട്ട് പിറകിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. MRAയുടെ കക്കൂസ് ടാങ്ക് ലൈവായി ഈ ഓവിലേക്ക് തള്ളുകയാണ്. 100-200ഓളം ജീവനക്കാരും അതോടൊപ്പം തന്നെ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വരുന്ന നിരവധി ആളുകൾ ഈ കക്കൂസ് ഉപയോഗിക്കുന്ന ഈ കക്കൂസ് ടാങ്ക് പൂർണ്ണമായി ഓവിലേക്ക് തള്ളിക്കൊണ്ട് ഈ പ്രദേശത്തെ മൊത്തം വെല്ലുവിളിച്ച് സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഈ കരിമനത്തോട് സംരക്ഷണ സമിതി എന്ന രീതിയിൽ ഒരു പ്രദേശത്തിന്റെ ഒരു പൊതുവികാരമാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിന് ഇടപെടുന്ന കരിമനത്തോട് സംരക്ഷണ സമിതി
ഇതുപോലുള്ള വൻകിട ആളുകൾ അവരുടെ കക്കൂസ് മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യാതെ ഈ നഗരസഭയുടെ ഓടയിലേക്ക് തള്ളുകയാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു കാരണവശാലും ഇതുപോലുള്ള ഒരു പ്രവൃത്തിയും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മുനിസിപ്പാലിറ്റി മീറ്റിംഗും കൂടിയാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് മുനിസിപ്പാലിറ്റി ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാത്തത് എന്താണ്? അല്ലെങ്കിൽ ഇനി എന്തായിട്ട് ഇവർ ചെയ്യാനുള്ളതാണ്? കാരണം ഇത് ചെയ്തു കൊടുക്കേണ്ട മുനിസിപ്പാലിറ്റി നഗരസഭ എന്ന രീതിയിൽ നഗരസഭയുടെ കെട്ടിടങ്ങളിലൊക്കെ തന്നെ വാടക കൊടുത്തിട്ടുണ്ട്. ആ വാടക കൊടുക്കുന്ന കെട്ടിടങ്ങളിൽ നഗരസഭ ഇതിനകത്ത് നിലവിലൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഈ കക്കൂസ് മാലിന്യങ്ങൾ നിറയുന്ന സമയത്ത് പൂർണ്ണമായും എടുത്തു മാറ്റുമെന്നുള്ള വ്യവസ്ഥയോട് കൂടിയിട്ടാണ് നഗരസഭ ഇത് വാടകയ്ക്കാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഈ കക്കൂസ് മാലിന്യങ്ങൾ ഒരു കാലത്തും നിറയാത്ത രീതിയിൽ ഈ കക്കൂസ് മാലിന്യങ്ങൾ ഈ മഴവെള്ളം പോകാൻ ഉപയോഗിക്കുന്ന ഓവിലേക്ക് കക്കൂസ് മാലിന്യത്തിന്റെ പൈപ്പ് അങ്ങോട്ടേക്ക് തള്ളിയിരിക്കാൻ നിങ്ങൾ കാണുന്നില്ലേ? നിലവിൽ അവിടെ കിടക്കുന്ന ഈ ടാങ്ക് നഗരസഭയുടെ പൂർണ്ണമായും കക്കൂസ് മാലിന്യം ഈ സ്ഥാപനത്തിന്റെ കക്കൂസ് മാലിന്യങ്ങൾ പൂർണ്ണമായി അതിലേക്ക് വരികയാണ്. ആ വരുന്ന മാലിന്യങ്ങൾ ഒരു പൈപ്പിലൂടെ ഓവിലേക്ക് തള്ളുകയാണ്. ആ ഓവിലേക്ക് തള്ളുവാനല്ല നഗരസഭ ഇത് കച്ചവടം നടത്താൻ കൊടുത്തിട്ടുള്ളത്. നഗരസഭ കച്ചവടം നടത്തുമ്പോൾ ഇതിനെ വാടക നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇതിന്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്നുള്ള വ്യവസ്ഥയോട് കൂടിയിട്ടാണ് നഗരസഭ ഇതിന് വാടകയ്ക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ വാടകയ്ക്ക് നൽകിയ സ്ഥാപനങ്ങൾ നിയമവിരുദ്ധമായി ഈ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ നഗരസഭ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ ലൈസൻസ് ഉൾപ്പെടെ റദ്ദ് ചെയ്യുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിൽ അടക്കുന്ന ഹോട്ടലുകളായിക്കോട്ടെ ഏത് ഷോപ്പായിക്കോട്ടെ അടുത്ത ദിവസം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നത് കാണുന്നത് അതെന്തുകൊണ്ടാണ്? നഗരസഭ ഇത് പൂട്ടിക്കഴിഞ്ഞു. ഇത് പൂട്ടിക്കഴിഞ്ഞതിന്റെ ഭാഗമായി ഇതിന്റെ കക്കൂസ് മാലിന്യങ്ങളും ഇതിന്റെ ബദൽ സംവിധാനങ്ങൾ ഒരുക്കി നഗരസഭ സെക്രട്ടറി ഉൾപ്പെടെ പരിശോധന നടത്തിയതിനു ശേഷം പൂർണ്ണമായും ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതാണ് നഗരസഭയുടെ നിലപാട്. ഈ നഗരസഭയിൽ ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള മുഴുവൻ കച്ചവട സ്ഥാനങ്ങൾ നിർത്തിപ്പോകുക എന്നുള്ള സമീപനം നഗരസഭയ്ക്കില്ല. എന്നാൽ നഗരസഭ കച്ചവടം നടത്തുമ്പോൾ ആ കച്ചവടത്തിന് നിലവിലുള്ള മാനദണ്ഡത്തിന് വിധേയമായിക്കൊണ്ട് മാത്രമേ കച്ചവടം നടത്താൻ വേണ്ടി കഴിയൂ. ആ രീതിയിൽ മാത്രമേ അനുവദിക്കൂ. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഈ നഗരസഭയുടെ ഓവിലേക്ക് ഈ കക്കൂസ് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിലപാടുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ പരിശോധന പൂർണ്ണമായും ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം കഴിയുന്നതും ഇന്നലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനം ഈ മിഷനിൽ വെച്ചുകൊണ്ട് ഈ പരിശോധന വളരെ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ഇങ്ങോട്ട് ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒഴുകുന്ന മാലിന്യങ്ങൾ പരിശോധിക്കാനും പല സ്ഥാപനങ്ങളുടെ പേരുകൾ നഗരസഭയ്ക്ക് ഈ പരിസരവാസികളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് നല്ല രീതിയിൽ കരിമലത്തോട് സംരക്ഷിക്കുന്ന രീതിയിലേക്കും കരിമലത്തോടിന്റെ ഇരു കരയിലും ജീവിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ജീവിതം ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് ആ മേഖലയിലെ ആളുകൾക്ക് രോഗത്തിന് വിധേയമാകാത്ത രീതിയിൽ നഗരസഭ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്. തുറക്കിച്ചേ നമ്മളോട് മറന്നു പോവില്ല. ഇപ്പൊ മുതലക്കണ്ണീര് ഒഴുക്കുന്ന അങ്ങനെ തന്നെ പറയേണ്ടി വരും. പലയാക്കും കത്തോർത്തിക്കണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഈ സംഘടന രൂപീകരിക്കുമ്പോൾ കരിമത്തോട് സംരക്ഷണ സമിതി കൊടുത്തിക്കില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാൻ പറയും, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ ഈ അങ്ങാടി വളരെ കാത്തുക്കൊന്നും പോയി പോലീസ് പറഞ്ഞാൽ എനിക്ക് കേട്ടറിയാം. എന്നിട്ട് ഇപ്പൊ ഓലോടൊന്ന് അന്ന് ചോദിച്ചത് ഇയാൾ വന്നിടത്ത് നിങ്ങൾ ചെയ്ത ശരിയാണ്, ഏടിയാണ് ഇത്ര കാലം അത് അതിനെ പ്രസിഡന്റ് ആയിക്കൊള്ളുമ്പോഴാ 10 ദിവസം കൊണ്ട് വളരെ പട്ടണത്തിന് മാലിന്യം കൊണ്ട് പൊന്തിച്ചേരാം. 5 ലോഡ് മണ്ണേ വേണ്ടു കരിമത്തോടിന്റെ കൈവരിയിലിട്ടാൽ ഈ ഒഴുക്കുന്ന ഒരുത്തനും കച്ചവടം ചെയ്യില്ല. പിന്നെ പൊട്ടിക്കണ ആൾ മരിക്കേണ്ടിണ്ട്. ഈ നാട് മറന്നൂറ് അറിയാങ്ങൾ 5 കോടി ഉറുപ്പോളം തന്നിക്ക് കരിമത്തോട് സംരക്ഷണ സമിതിക്ക്. പിന്നെ തോട് കയങ്കൂട്ടാനും താൽക്കാലിക ആശ്വാസമായിട്ട് സൈഡുകൾ കെട്ടിയാകും. പക്ഷേ ഇപ്പോൾ 5 കൊല്ലമായി മരിക്കുന്ന MLA ഉണ്ട് AK രമ. എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമില്ല. പക്ഷെ ഇന്ന് വരെ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഇത് പറഞ്ഞോ കരിമത്തോടിനെ പറ്റിയിട്ട്? എന്തുകൊണ്ടാണ് പറയാത്തത്? രാഷ്ട്രീയ മുതലെടുപ്പാ. CPM പാർട്ടികൾ അതിനെ കൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് ഒരു ഉറുപ്പ്യൻ്റെ പണി എടുക്കാത്തത് അങ്ങനെ തന്നെ പറയുന്നത്.
ഇപ്പം വന്ന് മുതലപ്പള്ളി ഒഴിക്കുന്നില്ലേ ഇയാള് കരിമ്പനക്കാരോട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി വരുന്ന വെറും ഉടായ്പ നാടകം കളിക്കുക. പക്ഷെ ഇവരാവശ്യമൊന്നും ഞാക്കില്ല. നാളെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് പറഞ്ഞിട്ട് മണ്ണിട്ട് താഴെ ഇവിടെ വരുവാൻ പോകുന്ന ഇതാണ് ഇനി അവസ്ഥ ചെയ്യും. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധ സമരങ്ങളുടെയും നിലപാടുകളുടെയും ഭാഗമായിട്ടാണ് ഇന്ന് ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഈ പരിശോധന നടക്കുന്നത്. കരിമേത്തോട്ടിൽ പോകുന്ന മാലിന്യത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം, അത് പരിഹരിക്കണമെന്ന പ്രതിപക്ഷ കൗൺസിലർമാരുടെയും പ്രതിപക്ഷ പാർട്ടിക്കാരുടെയും ഒക്കെ ശക്തമായ നിലപാടിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ശക്തമായ പരിശോധന നടക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഇവിടെ കണ്ടെത്തുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിലെ എല്ലാ ഓടയും പരിശോധിക്കുകയും ക്ലീൻ ചെയ്യുകയും ചെയ്ത് അടുത്ത മഴക്കാലമാകുമ്പോഴേക്ക് ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഇല്ലാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറച്ച് നാളുകളായി ഇവിടെയുള്ള വടകരയിലെ മാലിന്യ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ധർണകളും പ്രതിഷേധ സമരങ്ങളും പ്രതിപക്ഷ കൗൺസിലേഴ്സ് ഇടപെട്ട് അവരുടെ നിലപാടുകളും ഒക്കെ വിജയം കണ്ടു എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ പരിശോധനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 25 വർഷത്തിന് മുകളിലായി ഇവിടെയുള്ള പുതിയ സ്റ്റാൻഡിലെ ഡ്രൈനേജുകൾ വൃത്തിയാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയ കൗൺസിൽ ഭരണസമിതി വന്ന സമയം മുതൽക്കേ ഞങ്ങൾ പറയുന്നതാണ് പുതിയ ബസ് സ്റ്റാൻഡിലെ മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അവിടെ പരിശോധിക്കേണ്ടതുമായിട്ട് ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇതൊക്കെ ഉള്ള ഒരു വിജയം തന്നെയാണ് ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള ബാക്കിയുള്ള ഓടകളും ഒക്കെ പരിശോധിക്കണം. എവിടെ നിന്നാണ് ഈ മാലിന്യങ്ങൾ വരുന്നത് അത് കൃത്യമായി കണ്ടെത്തുകയും അതിനെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടുത്തെ വടകര മുനിസിപ്പാലിറ്റി മാലിന്യ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും ഓവും ഇവിടുത്തെ ഡ്രൈനേജും ഒക്കെ പരിശോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി ഈ പുതിയ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നപ്പോൾ ഈ മാലിന്യ വിഷയങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ രാഷ്ട്രീയം നോക്കാതെ, സ്ഥാപനങ്ങളുടെ മറ്റ് വിശദാംശങ്ങളൊന്നും നോക്കാതെ, ആരെയാണോ എന്താണോ ഒന്നും നോക്കാതെ എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് വടകര ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നിലപാട്. ഈ വിഷയത്തിലുള്ള നിലപാട് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ വടകര MRAയിലുള്ള ഓവാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോ, ഇവിടെയുള്ള ഈ MRAയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും കക്കൂസ് വേസ്റ്റ് അടക്കം ഈ പൊതു ഓടയിലേക്ക് തിരിച്ചുവിടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെയാണ് മുനിസിപ്പാലിറ്റിയുടെ രണ്ടാമത്തെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ MRA എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിൻ്റെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ പാറക്കൽ അബ്ദുള്ളയുടെ ഷെയറായിട്ടുള്ള പാറക്കൽ അബ്ദുള്ള നടത്തുന്ന സ്ഥാപനമാണ് വടകര MRA. പാറക്കൽ അബ്ദുള്ളയെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കുറ്റ്യാടി മണ്ഡലത്തിൽ മത്സരിച്ച UDFന് വേണ്ടി മത്സരിച്ച ആളാണ്, വലിയ പ്രമാണിയാണ്, ലീഗിൻ്റെ വലിയ നേതാവാണ്. അപ്പോൾ ഇവിടെ ലീഗിൻ്റെ ഒരു സ്ഥാപനം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് UDFൻ്റെ ഒരൊറ്റ കൗൺസിലർമാരും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിക്കെതിരെ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെയുള്ള UDF കൗൺസിലർമാരൊക്കെ ഇവിടെ വന്ന് വലിയ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഇന്ന് പാറക്കൽ അബ്ദുള്ളയുടെ സ്ഥാപനം ഇവിടെ പൊട്ടിച്ചു പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഒരൊറ്റ പേരിന് പോലും ഒരൊറ്റ UDFൻ്റെ ഇവിടെയുള്ള കൗൺസിലർമാരും ഒരു ലീഗിൻ്റെ നേതാക്കന്മാരും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് വീഡിയോ എടുത്ത് നോക്കിയോ, ഏതെങ്കിലും ഒരാളെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ മുനിസിപ്പാലിറ്റി പരിശോധിക്കുന്ന സമയത്ത് അതിൽ രാഷ്ട്രീയം കലർത്താതെ ഇവിടെയുള്ള സത്യസന്ധമായിട്ടാണ് ഇവിടെയുള്ള UDFകാർ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പാറക്കൽ അബ്ദുള്ളയോട് ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ വേണ്ടി ഇവിടെയുള്ള UDFകാർക്ക് നട്ടലുണ്ടോ എന്നുള്ളതാണ് DYFക്ക് ചോദിക്കാനുള്ളത്. വടകരയുടെ മാലിന്യ വിഷയം ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒന്നല്ല. ടൗണ് വികസിക്കുന്നതിനനുസരിച്ചിട്ടുള്ള മാലിന്യങ്ങളും ഈ നാട്ടിനകത്ത് കുന്നുകൂടി വരുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു സംവിധാനത്തോടുകൂടി പോയി കഴിഞ്ഞാൽ മാത്രമാണ് ശാശ്വതമായ പരിഹാരം ഇതിന് കണ്ടെത്താൻ വേണ്ടി പറ്റും. കഴിഞ്ഞ ദിവസം UDFൻ്റെ ആളുകൾ ഇവിടെ നടത്തിയ ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ, ആ ഇടപെടലിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്
20-25 വർഷമായി ഇവിടെ DYFI അടക്കമുള്ള സമര സംഘടനകൾ ഈ മാലിന്യ വിഷയം പരിഹരിക്കാൻ വേണ്ടി നിരന്തരമായ സമരങ്ങളിലായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? UDF സംവിധാനം എവിടെയായിരുന്നു? ഈ 20-25 വർഷത്തോളം കാലം ഈ മാലിന്യ വിഷയത്തിനകത്ത് എന്തെങ്കിലും ഒരു സമര പരിപാടി, എന്തെങ്കിലും ഒരു പ്രക്ഷോഭ പരിപാടി ഈ മാലിന്യം ഇങ്ങനെ ഒഴുക്കിവിടുന്ന ആളുകൾക്കെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. കഴിഞ്ഞ ദിവസം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയല്ലോ ഇവിടെ വന്നിട്ട്. അപ്പോൾ ആ ഒച്ചപ്പാട് നിങ്ങൾ ഉണ്ടാക്കിയത് ആത്മാർത്ഥമായിട്ട് ആണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ 25 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് പ്രക്ഷോഭ പരിപാടിയാണ്, നിങ്ങൾ ഈ മാലിന്യ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ? ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് ഹൈവേ സൈഡിലുള്ള MRA, ഈ MRAയിൽ വലിയ തോതിലുള്ള കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കി വിട്ടപ്പോൾ അന്ന് മുനിസിപ്പാലിറ്റി അത് പൂട്ടിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു. അന്ന് MRAക്കാർ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ച് അതിന് സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടാണ് ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് DYFI സമരരംഗത്തായിരുന്ന സമയത്ത് DYFIക്കാർക്കെതിരെ MRA ഹോട്ടലിൽ നിന്നും കല്ലേറുണ്ടായി. ആ കല്ലേറ് കണ്ട് ഇവിടെയുള്ള DYFIക്കാർക്ക് കല്ലേറ് കിട്ടിയല്ലോ എന്ന് സന്തോഷിച്ച കൂട്ടരാണ് UDFകാരാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ്, യൂത്ത് ലീഗുകാരാണ് ഇന്ന് പ്രക്ഷോഭമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് വലിയ വിരോധാഭാസം കേട്ടോ. ഇത് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. ഏതെങ്കിലും ഒരു ലീഗുകാരനോടോ കോൺഗ്രസ്സുകാരനോടോ നിങ്ങൾ ചോദിച്ചു നോക്കണം, എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കണം. വടകര ടൗണിനകത്തുള്ള ഓടയിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ വടകര മുനിസിപ്പാലിറ്റി നിലവിൽ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അത് ഇനിയും കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അത്തരം സ്ഥാപനങ്ങൾ തുറക്കുന്ന നിലയിലേക്ക് വരണം എന്നുള്ളതാണ് DYFIക്ക് ശക്തമായി തന്നെ ഈ മുനിസിപ്പാലിറ്റിയോടും ഇവിടെയുള്ള ജനങ്ങളോടുമൊക്കെ സംവദിക്കാനുള്ളത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്